അപ്പോൾ അതിനടിയിലുള്ള ഫണൽ അടച്ചു വയ്ക്കും. അതാ നമ്മുടെ മേളിലോട്ട് പോകുന്ന എന്താ ഹുക്കിലാണ്, മറ്റേ എന്താ മേളിൽ നിന്നൊരു വയറ് വന്ന് തൂങ്ങി കിടക്കുന്നില്ല, ആ ഫണൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഹുക്കിലാണ് അത് കണക്ട് ചെയ്യുന്നത്. താഴത്തുള്ള ഗ്യാപ്പ് അടച്ചു വെക്കും, താഴോട്ടുള്ള കുടൽ അടച്ചു വയ്ക്കും. എന്നിട്ട് ഈ ഫണലിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2-3 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ഒറ്റയടിക്ക് താഴോട്ട് ചെല്ലും. അപ്പോൾ താഴത്തെ ചെളിയൊക്കെ ഉണ്ടാവും, ഈ ചെളിക്കകത്താണ് ഈ കോൺക്രീറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒറ്റയടിക്ക് അത് റിലീസ് ചെയ്ത് അത് പോകും. ഉണ്ട് ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം എടുക്കുകയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബിൽ ഇടായിരുന്നു. നമ്മളിത് മെട്രോയുടെ ഒരു പ്രോഗ്രസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് കാണുന്നുണ്ട്, പലരും ഇത് കണ്ടിട്ടില്ല. അല്ലാതെ നിങ്ങളെ ഇതിനകത്ത് എന്ത് കുറ്റം പറയാനാണ്? നമുക്ക് കോൺക്രീറ്റ് ഇതിന്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണുമ്പോൾ ഇത് മോശം കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും കാര്യം പുള്ളിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. മലയാളത്തിലുള്ള ആൾക്കാരെ അറിയാൻ പറ്റൂല. അപ്പോൾ നല്ല വ്യൂസ് ഉണ്ട്, നമുക്ക് ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെ കാണട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് പേടിയാണ്. എൻ്റെ ഒരു ജെറു വൈറ്റ്സ് എന്നും പറഞ്ഞ് നമ്മുടെ ചാനലുണ്ട്. ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ഫണൽ അടച്ചു വെച്ചിട്ട് അത് അതിനകത്ത് നിറച്ചിട്ടിട്ട് പിന്നീടല്ലേ അത് തുറന്നു വിടുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഫോഴ്സിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും താഴത്തെ ചെളി ഉണ്ടാകത്തില്ല കോൺക്രീറ്റിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മേളിലോട്ട് ചെളിയും അങ്ങനെയുള്ള സാധനങ്ങൾ മേളിലോട്ട്, അതിനാണ് ഇത്രയും ഫോഴ്സിൽ നമ്മൾ ഇടുന്നത്. ഇപ്പം ഡയറക്റ്റ് ഈ കുടലിൽ കൂടെ താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ബ്ലോക്ക് ഉണ്ടാകും, 2 ഈ ചെളിക്കകത്ത് ചെന്നിട്ടാണ് കോൺക്രീറ്റ് വീഴുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഫണലിൽ ഫില്ല് ചെയ്തിട്ട് ഫണലിൻ്റെ അടിവശം അടച്ചു വെക്കും. എന്നിട്ടത് ഫില്ല് ചെയ്തിട്ടാണ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ഹുക്ക് മേളിലോട്ട് ഉയർത്തി കഴിയുമ്പോഴത്തേക്ക് താഴത്തെ ആ അടച്ചു വെച്ചിരിക്കുന്ന ആ സാധനം റിലീസാവും. അപ്പോൾ ഇത്രയും ഫോഴ്സിൽ ഒറ്റയടിക്ക് കോൺക്രീറ്റ് 10-60 മീറ്റർ താഴെ ചെന്നിട്ട് ചെളിയെല്ലാം കൂടെ മേളിലോട്ട് പൊക്കിക്കളയും. എന്നിട്ട് ആ കോൺക്രീറ്റ് മാത്രമായിട്ട്, ഫ്രഷ് കോൺക്രീറ്റ് മാത്രമായിട്ട് വരും. നമ്മൾ ഈ പൈൽ ക്യാപ്പിൻ്റെ സമയത്ത് എടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ച് കളയുന്നതിൻ്റെ പ്രധാന കാരണം ആ ചെളിയും സാധനങ്ങളും എല്ലാം മേളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇടുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയാണ് വീട്? എവിടെയാണ് ആണോ? അവിടെ ചെന്നിട്ട് എടുക്കാവോ? എനിക്ക് ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റും ജാക്കറ്റും ഇല്ല. അവിടെ ചെന്നിട്ട് എടുക്കാമെങ്കിൽ എടുത്തിട്ടു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതല്ല ആണോ? അല്ല, ഇപ്പം അതിൻ്റെ അകമൊന്ന് കാണാനാണ് അവർക്ക്. ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് എടുക്കാൻ കിട്ടും. അത് വെച്ചോ, അത് കുഴപ്പമില്ല. അത് വിട്ട് പിടിക്കും, അടയരുത്. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ. അകമൊന്ന് എടുത്തിട്ട് हमको सोचा था कि